എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ തംബ്നയിലിൽ കണ്ട പോലത്തെ ഒരു റെഫറൻസ് വീഡിയോ ആണ്. അപ്പൊ അതെങ്ങനെയാണ് ചെയ്യുക, ഈ ഒരു മോഡലിൽ വരുന്ന കുർത്തി എങ്ങനെയാണ്, കുർത്തി അല്ലെങ്കിൽ ടോപ്പ് അതെങ്ങനെയാണ് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ ഇതിൽ വരുന്നത് ഷാൾ കോളർ ആണ്. ഇപ്പൊ മലയാളത്തിൽ ഇതുവരെ അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ വീഡിയോസ്. അപ്പൊ ഇത് എങ്ങനെയാന്നുള്ളത് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സാരിയാണ് എടുത്തിരിക്കുന്നത്. എൻ്റെ അടുത്ത് ഇതുപോലെ ഒരു പഴയ സാരി ഉണ്ടായിരുന്നു, കട്ട് വർക്ക് വരുന്ന മോഡലുള്ള ഒരു പഴയ സാരി ഉള്ളതുകൊണ്ട് ഞാനത് എടുത്തു. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ലീവും അതുപോലെ തന്നെ ഫ്രണ്ടിലും ആ ഒരു പോർഷനും നിങ്ങൾക്ക് കട്ട് വർക്ക് ഉള്ള ക്ലോത്ത് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ 1 മീറ്റർ ക്ലോത്ത് എടുക്കുക. ബാക്കി ബാലൻസ് വരുന്ന കുർത്തിക്ക് വേണ്ടിയിട്ട് 2.5 മീറ്റർ ക്ലോത്ത് എടുക്കുക കേട്ടോ. ഞാൻ ഈ ഒരു വീഡിയോയിൽ ഷോൾ കോളർ എങ്ങനെയാ ചെയ്യാന്നുള്ളതും ആ ഫ്രണ്ടിലുള്ള ആ പ്ലീറ്റ്സ് ഒക്കെ എങ്ങനെയാ കൊടുക്കുക എന്നുള്ളതും മാത്രമേ കാണിക്കുന്നുള്ളൂ. അതായത് മൊത്തമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല. ഡീറ്റെയിൽ ആയിട്ട് എയർലൈൻ കുർത്തി എങ്ങനെയാ ചെയ്യുക, സ്ലീവ് എങ്ങനെയാ ചെയ്യുക എന്നുള്ള വീഡിയോസ് ഒക്കെ നമ്മൾ നേരത്തെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ ആദ്യം തന്നെ നമ്മൾ ബാക്ക് പീസ് ആണ് കട്ട് ചെയ്യുന്നത്. ബാക്ക് പീസ് നോർമൽ എയർലൈൻ കുർത്തിക്ക് കട്ട് ചെയ്യുന്നത് പോലെയാണ് കട്ട് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് എത്രയാണ് ലെങ്ത് വേണ്ടത്, അതായത് സീം അലവൻസ് അടക്കം എത്രയാണ് ലെങ്ത് വേണ്ടതെന്ന് വെച്ചാൽ ആ ലെങ്ത്തിനനുസരിച്ചിട്ട് നിങ്ങൾ ക്ലോത്ത് ഇതേപോലെ രണ്ടാക്കി മടക്കിയിടുക. മടക്കിയിടുന്ന സമയത്ത് ഒരു 18 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 20 ഇഞ്ചെങ്കിലും വിഡ്ത്ത് ഉണ്ടാവണം. മടക്കിയിടുമ്പോൾ 20 ഇഞ്ചിൽ കൂടുതൽ ആവശ്യമില്ല, 20 ഇഞ്ചിന്റെ ഉള്ളിലായിട്ട് കിട്ടിയാൽ മതി കേട്ടോ. ഫോൾഡഡ് ആയിട്ടുള്ള ഭാഗത്ത് നിന്ന് ഓപ്പണിംഗ് ആയിട്ടുള്ള ഭാഗത്തേക്ക് ഷോൾഡർ മാർക്ക് ചെയ്യാം. നോർമൽ ഷോൾഡറിന്റെ കൂടെ 1/2 ഇഞ്ച് കൂട്ടി മാർക്ക് ചെയ്യണം, കാരണം നമ്മൾ കോളർ ചെയ്യുന്നതുകൊണ്ട്. അപ്പൊ 7.5 ഇഞ്ച് ഷോൾഡർ മാർക്ക് ചെയ്തിട്ടുണ്ട്. 7 ഇഞ്ചാണ് ആം ഹോൾ, അതിന്റെ കൂടെ 1/2 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പിനും കൂടി ചേർത്ത് 7.5 ഇഞ്ച് മാർക്ക് ചെയ്ത് ഇതുപോലെ എൽ ഷേപ്പിൽ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ചെസ്റ്റ് വിഡ്ത്ത് മാർക്ക് ചെയ്യുന്നുണ്ട്, 9 ഇഞ്ചാണ്. അതിന്റെ കൂടെ 2 ഇഞ്ച് സീം അലവൻസ് മാർക്ക് ചെയ്യുന്നുണ്ട്. വേസ്റ്റ് ലെങ്ത് 14 ഇഞ്ചാണ്, അവിടേക്കുള്ള വിഡ്ത്ത് 8 ഇഞ്ചാണ്. അതിലെയും 2 ഇഞ്ച് സീം അലവൻസ് മാർക്ക് ചെയ്യുന്നുണ്ട്. ഹിപ്പ് ലെങ്ത് 20 ഇഞ്ചാണ്, അവിടെ 9 ഇഞ്ച് വിഡ്ത്ത് മാർക്ക് ചെയ്യുന്നുണ്ട്. 2 ഇഞ്ച് സീം അലവൻസ് മാർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ നമ്മൾ എടുത്തിട്ടുള്ള ലെങ്ത്തിനനുസരിച്ചിട്ട് അതിന്റെ താഴ്ഭാഗത്തേക്ക് നമ്മൾ ഈ ഹിപ്പിന്റെ പോയിന്റിൽ നിന്ന് നേരെ ഇതേപോലെ സ്കെയിൽ വെച്ചിട്ട് മാക്സിമം വൈഡ് ആയിട്ട് ആംഗിൾ ആയിട്ട് വരച്ചെടുക്കുന്നുണ്ട്. താഴെ ഒരു 2.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്, ചരിച്ചു വരയ്ക്കുന്നുണ്ട്. ഇത്രയും ഭാഗം ഞാൻ കുറച്ച് സ്പീഡിൽ പറഞ്ഞു പോയത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി നമ്മൾ എത്രയോ വീഡിയോസിൽ എയർലൈൻ കുർത്തി എങ്ങനെയാണ് ചെയ്യാന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോ എടുത്ത് കാണാം. ഇവിടെ നമുക്ക് കൂടുതലായിട്ട് കോളറും അതുപോലെ ആ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളും പറയാനുള്ളത് കൊണ്ടാണ് ഇത് കുറച്ച് സ്പീഡിൽ പറഞ്ഞു പോകുന്നത് കേട്ടോ. അപ്പൊ നോർമൽ എയർലൈൻ കുർത്തി എങ്ങനെയാ കട്ട് ചെയ്യാന്ന് വെച്ചാൽ ആ രീതിയിൽ കട്ട് ചെയ്യുക. ഇവിടെ നമ്മൾ ആം ഹോൾ വരച്ചിട്ടില്ല, അപ്പൊ നമുക്ക് ആം ഹോൾ വരയ്ക്കണം. ആദ്യം ബാക്കിലുള്ള ആം ഹോൾ വരയ്ക്കുന്നുണ്ട്, അതിനോടൊപ്പം ഫ്രണ്ടിലേക്കുള്ള ആം ഹോളും വരയ്ക്കുന്നുണ്ട്. നിങ്ങൾ ലൈനിങ് ആണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് ലൈനിങ് വെച്ചിട്ടാണ് കുർത്തി ചെയ്യുന്നത് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ ലൈനിങ്ങിൽ കട്ട് ചെയ്യുക. ലൈനിങ്ങിൽ കട്ട് ചെയ്യുന്ന സമയത്ത് തുണി 4 മടക്കിയിടുക. എന്നിട്ട് നോർമൽ എയർലൈൻ കുർത്തി ചെയ്യുന്ന പോലെ ചെയ്യുക. ബാക്കിലുള്ള ആം ഹോൾ കട്ട് ചെയ്യുക. എന്നിട്ട് ഒരു പീസ് എടുത്ത് മാറ്റി വെച്ചതിന് ശേഷം ഫ്രണ്ടിലുള്ള ആം ഹോൾ പ്രകാരം ഫ്രണ്ടിലെ പീസ് കട്ട് ചെയ്യുക. എന്നിട്ട് ബാക്കിലുള്ള ആം ഹോളിന്റെ അളവ് പ്രകാരം നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ മെയിൻ ക്ലോത്ത് കട്ട് ചെയ്തെടുക്കുക. ഫ്രണ്ടിലുള്ള ലൈനിങ് അങ്ങനെ വെക്കുക. അത് നമുക്ക് ഫ്രണ്ടിലേക്കുള്ള ഡിസൈൻ ചെയ്തതിന് ശേഷം അത് പ്രകാരം കട്ട് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ബാക്ക് പീസ് തന്നെയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ബാക്ക് പീസിൽ നമ്മൾ നെക്ക് വിഡ്ത്ത് കൊടുക്കുന്നുണ്ട്, 3.5 ഇഞ്ചാണ് നെക്ക് വിഡ്ത്ത് കൊടുക്കുന്നത്. ശ്രദ്ധിക്കുക, നമുക്കിത് വി കോളർ ആണ്. പ്രത്യേകിച്ച് വേറെ ഓപ്പണിങ്ങും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ കുറച്ച് നെക്ക് വിഡ്ത്ത് കൂട്ടി കൊടുക്കണം. അതായത് നിങ്ങൾ സാധാരണ എടുക്കുന്നതിനേക്കാൾ കൂട്ടി കൊടുക്കണം. അപ്പൊ 3.5 ഇഞ്ച് എടുത്തിട്ടുണ്ട്. 1/2 ഇഞ്ച് ഇറക്കത്തിൽ ഇതുപോലെ ഒരു റൗണ്ട് നെക്ക് വരയ്ക്കുന്നുണ്ട്. ഒരു 36 വരെ ബ്രസ്റ്റ് സൈസ് ഉള്ള ആൾക്കാർക്ക് ഒരു 3.5 ഇഞ്ച് മതിയാവും. അതിൽ കൂടുതൽ ബ്രസ്റ്റ് സൈസ് ഉള്ള ആൾക്കാർ ഒരു 3.25 ഇഞ്ച് എടുക്കുക. ഇനി ഒട്ടും സൈസ് ഇല്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 3.25 ഒക്കെ എടുത്താൽ മതിയാവും. ഇനി ഫ്രണ്ടിലേക്ക് വേണ്ടിയിട്ട് ഇതുപോലെ കട്ട് വർക്കുള്ള ക്ലോത്ത് രണ്ടാക്കി മടക്കിയിട്ടിട്ടുണ്ട്. 11 ഇഞ്ച് വിഡ്ത്തും 11 ഇഞ്ച് ലെങ്ത്തിലും ഇതേപോലെ ക്ലോത്ത് മടക്കിയിട്ടിട്ടുണ്ട്. ശരിക്കും 11 ഇഞ്ച് ലെങ്ത്ത് നമുക്ക് ആവശ്യമില്ല, പക്ഷെ ഞാൻ 11 ഇഞ്ച് ലെങ്ത്ത് എടുത്തത് എന്തിനാ, എടുത്തപ്പോൾ കുറച്ച് അധികം ആയിപ്പോയതാണ്. ബാക്കി നമ്മൾ കട്ട് ചെയ്തെടുക്കും. അപ്പൊ എന്തായാലും കുറച്ച് അധികം എടുക്കുക കേട്ടോ, കറക്റ്റ് ആക്കി എടുക്കാതെ കുറച്ച് അധികം എടുക്കുക. എന്നിട്ട് അതിന്റെ മുകളിൽ ഞാനിവിടെ ലൈനിങ് ഇല്ലാത്തത് കൊണ്ട് ബാക്ക് പീസ് ആണ് വെച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ലൈനിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങൾ ലൈനിങ് വെച്ചിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ലൈനിങ് നമ്മൾ ഫ്രണ്ടിൽ ആം ഹോൾ പ്രകാരം കട്ട് ചെയ്തിട്ടുണ്ടാവല്ലോ, ആ ലൈനിങ് ഈ ഒരു അതായത് നമ്മൾ മടക്കിയിട്ടിരിക്കുന്ന ക്ലോത്തിന്റെ ഫോൾഡഡ് ആയിട്ടുള്ള ഭാഗത്ത് വെച്ച് കൊടുത്തിട്ട് ഫ്രണ്ടിലുള്ള ലൈനിങ്ങിന്റെ അളവ് പ്രകാരം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ക്ലോത്ത് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഞാനിവിടെ ബാക്കിലെ പീസ് വെച്ചത് കാരണം തന്നെ അതിന് 1/2 ഇഞ്ച് ഉള്ളോട്ടേക്ക് കുഴിച്ചിട്ട് ഫ്രണ്ടിൽ ആം ഹോൾ ആക്കി മാറ്റിയതിന് ശേഷമാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ലൈനിങ് ഇല്ലാണ്ടാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ ചെയ്യാം, പക്ഷെ എന്തായാലും ഫ്രണ്ടിലേക്ക് ലൈനിങ് കൊടുക്കണം കേട്ടോ. കാരണം ഫ്രണ്ടിൽ ഈ കട്ട് വർക്ക് വരുന്നത് കൊണ്ട് ലൈനിങ് ഇല്ലാണ്ട് നമുക്ക് എന്തായാലും പറ്റില്ലല്ലോ. അപ്പൊ ഫ്രണ്ടിൽ ലൈനിങ് കൊടുക്കണം, ബാക്കി കൊടുത്തിട്ടില്ല. 3.5 ഇഞ്ചാണ് നെക്ക് വിഡ്ത്ത്, 3.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. 7.5 ഇഞ്ചാണ് നെക്കിന് ഇറക്കം കൊടുക്കുന്നത്. ശ്രദ്ധിക്കാൻ ഓപ്പണിങ്ങും കാര്യങ്ങളും 7.5 ഇഞ്ച് അതിൽ കൂടുതൽ
കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടാനുസരണം ഈ 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റിൽ നമ്മൾ ഈ 7.5 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റിലേക്ക് സ്കെയിൽ വെച്ചിട്ട് കറക്റ്റ് നമ്മൾ ഈ വി ഷേപ്പ് ഇതേപോലെ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഈ വരച്ചെടുത്തിട്ടുള്ള ലൈനിന്ന് ഉള്ളോട്ടേക്കായിട്ട് ഇതേപോലെ ഒന്ന് ഒരു വി റൗണ്ട് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതുപോലെ ഒന്ന് വൈഡ് ആയിട്ടും കൂടി ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടല്ലോ ഈ ഒരു രീതിയിൽ, ഈ ഒരു ഷേപ്പ് നിങ്ങളൊന്ന് വരച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് വരച്ചിട്ട് അത് പ്രകാരം ഒന്ന് കട്ട് ചെയ്യാം. നമുക്ക് തന്നിരിക്കുന്ന റെഫറൻസ്, അതായത് റെഫറൻസ് ആയിട്ട് തന്നിരിക്കുന്ന ഫോട്ടോയിൽ ആ നെക്ക് വന്ന് നിൽക്കുന്ന ആ പോയിന്റ് നിന്നാണ് താഴ്ഭാഗത്തേക്ക് സ്കേർട്ട് പോർഷൻ പ്ലീറ്റ് ഇട്ട് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ആ നെക്ക് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 1/2 ഇഞ്ച് മാത്രമാണ് നമുക്ക് കട്ട് വർക്കിന്റെ ക്ലോത്ത് വേണ്ടത്. നമ്മൾ എടുത്തപ്പോൾ കൂടുതലാണ്, കാരണം കറക്റ്റ് ആക്കി എടുക്കണ്ടെന്ന് കരുതിയിട്ടാണ് കേട്ടോ. അത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ബാലൻസ് കട്ട് ചെയ്യും. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഫ്രണ്ടിലേക്കുള്ള സ്കേർട്ട് പോർഷൻ, നമ്മുടെ ഈ ഒരു യോക്ക് പോർഷൻ കഴിഞ്ഞിട്ട് താഴ്ഭാഗത്തേക്ക് വരുന്ന പോർഷൻ, നിങ്ങൾക്ക് ഞാൻ ഫസ്റ്റ് തന്നെ പറയുന്ന സമയത്ത് പറയാൻ വിട്ടുപോയി, വിടുത്തുള്ള ക്ലോത്ത് എടുക്കുക. നിങ്ങൾ താഴ്ഭാഗത്തേക്ക് ചെയ്യുന്ന ക്ലോത്ത് 2.5 മീറ്റർ ക്ലോത്ത് എടുക്കണം. അത് വിടുത്തുള്ള ക്ലോത്ത് എടുക്കുക കേട്ടോ. അപ്പൊ വിടുത്തുള്ള ക്ലോത്ത് എടുത്തിട്ടുണ്ട്, അതിന്റെ സെന്ററിൽ ഇതേപോലെ ഒരു നോച്ച് കൊടുക്കുക. ഇനി നിങ്ങൾ സ്ക്രീനിൽ നന്നായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ പിൻടെക്ക് കൊടുക്കില്ലേ, പിൻടെക്ക് എന്ന് വെച്ചാൽ നമ്മളൊരു ലൈൻ വരച്ചിട്ട് ആ ലൈൻ പ്രകാരം നമ്മൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കും, അതാണ് പിൻടെക്ക്. പക്ഷെ അത് നമ്മളൊരു ലൈൻ വരച്ചിട്ട് ആണ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് 1/2 ഇഞ്ച് വിട്ടിട്ടാണ് ചെയ്യുന്നത്. കാണിച്ചു തരാം എങ്ങനെയാന്നുള്ളത് കേട്ടോ. സെന്ററിൽ നമ്മളൊരു കട്ട് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് 2 സൈഡിലേക്കും 1/2 ഇഞ്ച് വെച്ചിട്ട് ഇതേപോലെ മാർക്ക് ചെയ്യുന്നുണ്ട്. സെന്ററിന് 2 സൈഡിലേക്കും 1/2 ഇഞ്ച് വെച്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. അവിടുന്ന് പിന്നെ അങ്ങോട്ടേക്ക് 1 ഇഞ്ച് വെച്ചിട്ട് മാർക്ക് ചെയ്യുക കേട്ടോ. നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ മാർക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ സെന്ററിന് അതായത് 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റ് ഉണ്ടല്ലോ, ആ പോയിന്റ് അടുത്ത നമ്മൾ 1 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റും കൂടി, അതായത് ആ 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത ലൈനും പിന്നെ ആ 1 ഇഞ്ച് മാർക്ക് ചെയ്ത ലൈനും കൂടി നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഒന്ന് ഇതേപോലെ ഒന്ന് മടക്കി പിടിക്കുക. ഇതുപോലെ മടക്കി പിടിച്ചതിന് ശേഷം നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട്, നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യുക. ഞാനൊരു 12 ഇഞ്ച് ലെങ്ത് വരെ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അത്രയും വേണ്ടാന്നുണ്ടെങ്കിൽ ലെങ്ത് കുറയ്ക്കുക കേട്ടോ. കാരണം ഓൾറെഡി നമ്മുടെ യോക്ക് പോർഷൻ അതിന്റെ മുകളിലേക്ക് വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അത്രയും ലെങ്ത് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കുറയ്ക്കാം. അപ്പൊ 12 ഇഞ്ച് വരെ ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. എനിക്ക് ഇവിടെ കറക്റ്റ് കളർ ത്രെഡ് അല്ല, കുറച്ച് ലൈറ്റ് ഷെയ്ഡിലുള്ള ത്രെഡാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇത്രത്തോളം അത് വിസിബിൾ ആയിട്ട് വരുന്നത്. നിങ്ങൾ എടുക്കുന്ന സമയത്ത് കറക്റ്റ് കളറിലുള്ള ത്രെഡ് എടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു കളർ ഡാർക്കർ ആയിട്ടുള്ള ഷെയ്ഡ് എടുക്കുക, ലൈറ്റർ ആയിട്ടുള്ള ഷെയ്ഡ് എടുക്കരുത് കേട്ടോ. അങ്ങനെ ആവുമ്പോൾ വല്ലാണ്ട് എടുത്ത് കാണിക്കും. ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ എടുത്ത് കാണിക്കും. ഇതേപോലെ നമ്മൾ ചെയ്തെടുക്കുക കേട്ടോ. ഇതുപോലെ നിങ്ങൾക്ക് എത്ര പ്ലീറ്റ്സ് ആണ് വേണ്ടതെന്ന് വെച്ചാൽ അത്രയും പ്ലീറ്റ്സ് എടുക്കുക. സെന്ററിന്റെ ഒരു സൈഡിലേക്ക് ഞാൻ 4 പ്ലീറ്റ്സ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലേക്കും 4 പ്ലീറ്റ്സ് ഇതേപോലെ ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യാം. ഫ്രണ്ടിലുള്ള യോക്ക് പീസിന്റെ നല്ല വശത്തിന്റെ മുകളിൽ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ബാക്ക് പീസിന്റെ നല്ല വശം വെച്ചു കൊടുക്കുക. നിങ്ങൾ ലൈനിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിനോടൊപ്പം ലൈനിങ്ങും കൂടി ഒന്ന് സൈഡ് ജോയിൻ ചെയ്തെടുത്തിട്ട് ലൈനിങ്ങും കൂടി വെച്ചിട്ട് ജോയിൻ ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് ഡബിൾ സ്റ്റിച്ച് കൊടുക്കുക. എപ്പോഴും ഷോൾഡർ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഡബിൾ സ്റ്റിച്ച് കൊടുത്തിട്ട് ജോയിൻ ചെയ്തെടുക്കാം. ഇതേപോലെ ഷോൾഡർ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ടേപ്പ് വെച്ചിട്ട് എത്രയാണ് നമുക്ക് കോളർ വേണ്ടതെന്നൊന്ന് മെഷർ ചെയ്യാം. നമ്മളിവിടെ മെഷർ ചെയ്യുന്ന സമയത്ത് 26 ഇഞ്ചാണ് വരുന്നത്. അപ്പൊ നിങ്ങൾ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ഒരു 2-3 പ്രാവശ്യം ഒന്ന് മെഷർ ചെയ്ത് നോക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പൊ 26 ഇഞ്ചാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. കോളർ റൗണ്ട് എന്ന് പറയുന്നത് 26 ഇഞ്ച്. ഇതുപോലെ ഒരു ക്യാൻവാസ് പേപ്പർ എടുത്തിട്ടുണ്ട്. അതിനെ കറക്റ്റ് 2 ആക്കി മടക്കി കൊടുത്തിട്ടുണ്ട്. 2 ആക്കി മടക്കുന്ന സമയത്ത് 13 ഇഞ്ച്, അതായത് നിവർത്തുന്ന സമയത്ത് 26 ഇഞ്ച് കേട്ടോ. ായിട്ട് കോളറിന്റെ ലെങ്ത് ആയിട്ട് എടുക്കുന്നത് 4 ഇഞ്ചാണ്. അത് ഞാൻ ഈ ഒരു കോളർ മൊത്തം ചെയ്ത് കഴിഞ്ഞിട്ട് അവസാനം കാണിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അത് കുറച്ച് കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ ഈ 4 എന്നുള്ളത് 3.5 ആക്കിയിട്ടോ 3 ആക്കിയിട്ടോ ഒക്കെ എടുക്കാം കേട്ടോ. ഇനി ശ്രദ്ധിക്കണേ, നമ്മുടെ ഫോൾഡഡ് ആയിട്ടുള്ള ഭാഗത്ത് നിന്ന് താഴേന്ന് നേരെ മുകളിലേക്ക് നമ്മൾ ഇതേപോലെ ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ശ്രദ്ധിക്കുക, 1/2 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന ക്യാൻവാസ് പേപ്പറിന്റെ ഒരു സെന്റർ വരെ നമ്മൾ ഈ 1/2 ഇഞ്ച് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട്, ഏകദേശം ഒരു സെന്റർ വരെ. എന്നിട്ട് ഈ സെന്ററിൽ നിന്ന് ബാക്കി ബാലൻസ് വരുന്ന ഭാഗം നമ്മൾ ഈ ഒരു എൻഡിലേക്ക്, അതായത് നമ്മുടെ ഈ ക്യാൻവാസ് പേപ്പറിന്റെ എൻഡിലേക്ക്, ഫോൾഡഡ് ആയിട്ടുള്ള ഭാഗത്തിന്റെ എൻഡിലേക്ക് കണക്ട് ചെയ്യുന്ന രീതിയിലാണ് വരയ്ക്കേണ്ടത്. ഒരു സ്ലാൻഡിങ്ങോട് കൂടിയിട്ടാണ് വരയ്ക്കേണ്ടത്. നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെയാണ് വരച്ചെടുക്കേണ്ടത് കേട്ടോ. അപ്പൊ ഇതേപോലെ ഒന്ന് വരച്ചെടുക്കുക. ഇതേപോലെ നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത ലൈനിന്റെ നേരെ മുകളിലേക്ക് നമ്മൾ കോളറിന് ലെങ്ത് ആയിട്ട് ഒരു 3.25 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. അപ്പൊ ഈ 3.25 ഇഞ്ച് ഇതേപോലെ മാർക്ക് ചെയ്യുന്നുണ്ട്. അതും ഏകദേശം ഒരു സെന്റർ വരെ ഒന്ന് മാർക്ക് ചെയ്യുക. ഏകദേശം നമുക്ക് ആ ഒരു ഷേപ്പ് ക്രിയേറ്റ് ചെയ്യാനാണ്. എന്നിട്ട് ആ സെന്ററിന് ബാക്കി നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത പോയിന്റിലേക്ക് കണക്ട് ചെയ്യുന്ന രീതിയിൽ വരയ്ക്കുക. നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ വരച്ചെടുത്താൽ മതി. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇനി ഇത് പ്രകാരം ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഏത് ക്ലോത്തിലാണ് വേണ്ടതെന്ന് വെച്ചാൽ ആ ക്ലോത്തിൽ ഒന്ന് അയൺ ചെയ്തെടുക്കുക.
ഇതുപോലെ നമ്മൾ അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ ഒരു പീസ് ക്ലോത്ത് നമുക്ക് താഴ്ഭാഗത്തും കൂടി വെക്കുക കേട്ടോ. വെച്ചതിന് ശേഷം നമ്മൾ ആ ചരിച്ചിട്ട് വളച്ചിട്ടൊക്കെ കട്ട് ചെയ്ത ആ ഭാഗമല്ല, ആ ഭാഗം എന്ത് ചെയ്യുക, ആ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഭാഗം അല്ലാതെ ബാക്കി നമ്മളിങ്ങനെ കർവ് ചെയ്ത് വരച്ചില്ലേ, ആ ഭാഗം നമ്മൾ ഇതേപോലെ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ആ ക്യാൻവാസ് പേപ്പറിൽ ഒട്ടിച്ചിട്ടുള്ള അതിന്റെ സൈഡിലൂടെ, മാക്സിമം സൈഡിലൂടെ ആയിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കുറച്ചൊരു 1/4 ഇഞ്ചോളം ക്ലോത്ത് വെച്ചിട്ട് ബാക്കി ക്ലോത്ത് കട്ട് ചെയ്യുക. 1/4 ഇഞ്ചിൽ വെച്ചിട്ടുള്ള ക്ലോത്തിൽ ചെറിയ കട്ട് കൊടുക്കണമെങ്കിൽ കട്ട് കൊടുത്തിട്ട് ഒന്ന് മറിച്ചെടുക്കുക. മറിച്ചെടുത്തിട്ട് നല്ല രീതിയിലൊന്ന് അയൺ കൂടി ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ മറിച്ചെടുക്കുന്ന സമയത്ത് നമ്മുടെ ആ ക്യാൻവാസ് പേപ്പർ കഴിഞ്ഞിട്ട് ഒരു 1/2 ഇഞ്ച് നമുക്ക് തയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു 1/2 ഇഞ്ച് ക്ലോത്ത് വെച്ചാൽ മതി. ബാക്കി എക്സ്ട്രാ ക്ലോത്ത് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം. ഇനി ശ്രദ്ധിക്കുക, നമ്മൾ കോളർ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. കോളർ നല്ല വശത്ത് വെച്ചിട്ട് തന്നെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. നല്ല വശത്തിന്റെ സെന്റർ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിന്റെ മുകളിൽ ഈ ക്യാൻവാസ് പേപ്പറിൽ നമ്മൾ അയൺ ചെയ്തെടുത്തിട്ടുള്ള കോളറിന്റെ സെന്ററും മാർക്ക് ചെയ്തിട്ടുണ്ട്. സെന്റർ ടു സെന്റർ വെച്ചിട്ടുണ്ട്, സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. 1/2 ഇഞ്ചിൽ ആ ഒരു ക്യാൻവാസ് പേപ്പർ വന്ന് നിൽക്കുന്ന ആ ഭാഗത്തു കൂടെ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. എപ്പോഴും നമ്മൾ ഈ ഷോൾ കോളർ ചെയ്യുന്ന സമയത്ത് സെന്റർ ഓപ്പൺ ചെയ്തിട്ടാണ് നമ്മൾ അധികവും സെന്റർ ഓപ്പൺ ചെയ്തിട്ടാണ് വരുന്നത്. അങ്ങനെ ആവുമ്പോൾ അത്ര തന്നെ ബുദ്ധിമുട്ടില്ല. പക്ഷെ ഇവിടെ സെന്റർ ഓപ്പൺ അല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാനിത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണെന്നുള്ളത് കാണിക്കാം. ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് വരിക. ശ്രദ്ധിക്കുക, ആ ഷോൾഡർ ജോയിൻ ചെയ്ത ഭാഗത്ത് എത്തുന്ന സമയത്ത് കറക്റ്റ് ആ ഒരു ഇതിനനുസരിച്ചിട്ട് തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരിക കേട്ടോ. നമ്മൾ എടുത്തിട്ടുള്ള അളവ് കറക്റ്റ് ആണെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് തന്നെ വരും. നമ്മുടെ ആ ഒരു വി ഷേപ്പ് വരുന്നുണ്ടല്ലോ, ആ പോയിന്റ് എത്തുന്ന സമയത്ത് അവിടെ ഒന്ന് ലോക്ക് കൊടുത്തിട്ടൊന്ന് അവിടെ നിർത്തുന്നുണ്ട്. എന്നിട്ട് സെന്ററിന്ന് ഓപ്പോസിറ്റ് സൈഡും ഇതേപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് അവിടെയും വി ഷേപ്പ് എത്തുന്ന സമയത്ത് ഒന്ന് ലോക്ക് ചെയ്ത് അവിടെ നിർത്തുന്നുണ്ട്. നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെയാണ് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ബാക്കി നമുക്ക് അവിടെ ചെറിയൊരു സീം അലവൻസ് ഉണ്ടാവും. അത് ഇതേപോലെ രണ്ടും കൂടി ഒന്നിന്റെ മുകളിൽ ഒന്നായിട്ട് വരുന്ന രീതിയിൽ കറക്റ്റ് ഇതേപോലെ വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. എക്സ്ട്രാ ക്ലോത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ക്ലോത്ത് ഒന്ന് കട്ട് ചെയ്യുക. അപ്പൊ മൊത്തമായിട്ട് നമ്മൾ ആ ഒരു കോളർ റൗണ്ട് മൊത്തമായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കറക്റ്റ് ആ കോളർ ആയിട്ട് കിട്ടണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ ഒരു പീസ് വെച്ചിട്ടൊന്ന് ഇതിനെ സ്റ്റിച്ച് ചെയ്ത് മറിച്ചെടുക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1.5 ഇഞ്ച് ഇല്ല, 1 ഇഞ്ചിനേക്കാളും ഒരു 1.25 ഇഞ്ചൊക്കെ വിടുത്തുള്ള ഒരു പീസ് എടുത്തിട്ട് അതിനെ കറക്റ്റ് 2ആക്കി മടക്കി കൊടുക്കുന്നുണ്ട്. കൂടുതൽ വിടുത്തുള്ള പീസ് വേണ്ട കേട്ടോ, കഴിയുന്നതും വിടുത്ത് കുറവുള്ള പീസ് എടുക്കുക. എന്നിട്ട് അതിനെ കറക്റ്റ് 2ആക്കി മടക്കി കൊടുക്കുന്നുണ്ട്. 2ആക്കി മടക്കി കൊടുത്തതിന് ശേഷം സെന്ററിന്ന്, അതായത് ബാക്ക് ഭാഗത്തിന്റെ സെന്ററിന്നാണ് സ്റ്റിച്ച് ചെയ്ത് വരുന്നത് കേട്ടോ. നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ലൈനിന്റെ കറക്റ്റ് മുകളിലൂടെ തന്നെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അതായത് ഫ്രണ്ടിൽ നിന്ന് സ്റ്റിച്ച് ചെയ്യരുത്, ബാക്കിൽ നിന്ന് സ്റ്റിച്ച് ചെയ്ത് വരിക. ബാക്കിന് ഇതേപോലെ സ്റ്റിച്ച് ചെയ്യുക. നമ്മൾ കൊടുത്തിട്ടുള്ള ലൈൻ, അതായത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് നിർത്തിയിട്ടുള്ള ലൈനിന്റെ കറക്റ്റ് മുകളിലൂടെ തന്നെ ഈ ഒരു പീസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുക. സെന്ററിൽ നിന്നാണ് നമ്മൾ തുടങ്ങിയത്. നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് അവസാനം ആ സെന്ററിൽ തന്നെ എത്തും. അപ്പൊ എക്സ്ട്രാ ക്ലോത്ത് ഉണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തിട്ട് നമുക്ക് അവിടെ നിന്ന് ഫിനിഷ് ചെയ്യാവുന്നതാണ് കേട്ടോ. അതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. ഇനി നമ്മളിപ്പോൾ കൊടുത്തിട്ടുള്ള ആ ഒരു ക്ലോത്തിൽ, അതായത് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഒരു 1/4 ഇഞ്ചിലുള്ള തുണി ഉണ്ടല്ലോ, ആ തുണിയിൽ ചെറിയ ചെറിയ കട്ട് കൊടുക്കുക. ശ്രദ്ധിക്കണേ, സ്റ്റിച്ചിൽ കൊള്ളാതെ ചെറിയ ചെറിയ കട്ട് കൊടുക്കുക. കട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ പീസ് ഉള്ളോട്ടേക്ക് മറിച്ചെടുക്കുന്നുണ്ട്. നിങ്ങൾ കാണുന്ന പോലെ ഉള്ളോട്ടേക്ക് മറിച്ചെടുക്കുക. മറിച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ ആ കോളർ ഇങ്ങനെ വന്ന് നിൽക്കുന്ന ഭാഗം കൂടി പതിച്ചിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടോ? അതായത് നമ്മൾ ഉള്ളിൽ കൊടുത്തിരിക്കുന്ന ക്ലോത്ത് പുറമേക്ക് കാണില്ല, അത് നല്ലോണം ഉള്ളോട്ടേക്ക് പോയിട്ടുണ്ടാവും. ഒപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മളെ കോളറും കൂടി പതിച്ചിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതേപോലെ ഒന്ന് റൗണ്ട് ഷേപ്പിൽ മൊത്തമായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഷോൾ കോളർ കിട്ടും കേട്ടോ. ഇതുപോലെ കോളർ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു 1/2 ഇഞ്ച് ക്ലോത്ത് വെച്ചിട്ട് ബാക്കി ക്ലോത്ത് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് കളയുക കേട്ടോ. അപ്പൊ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. നേരത്തെ നമ്മൾ ഫ്രണ്ടിലേക്കുള്ള സ്കേർട്ട് പാർട്ട് പ്ലീറ്റ്സ് ഒക്കെ ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് 4 പ്ലീറ്റ്സ് ഒരു ലെഫ്റ്റ് സൈഡിലേക്ക് ആണെന്നുണ്ടെങ്കിൽ ബാക്കി 4 പ്ലീറ്റ്സ് റൈറ്റ് സൈഡിലേക്ക് പോകുന്ന രീതിയിൽ, അതായത് 2 ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരുന്ന രീതിയിൽ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് പ്ലീറ്റ്സിന്റെ ആ ഭാഗം മാത്രം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതായത് ഒരേ ഡയറക്ഷനിലല്ല, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുന്ന രീതിയിലാണ് നമ്മൾ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് പ്ലീറ്റ്സ് ഒന്ന് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പൊ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതിന്റെ സെന്റർ ചെറിയൊരു നോച്ച് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ ആ നെക്ക് വന്ന് നിൽക്കുന്ന സെന്ററിലും ഒരു നോച്ച് കൊടുക്കുക. എന്നിട്ട് നെക്കിന്റെ നല്ല വശത്തിന്റെ മുകളിൽ നമ്മൾ എടുത്തിരിക്കുന്ന സ്കേർട്ട് പാർട്ടിന്റെ നല്ല വശം വെക്കുക. സെന്റർ ടു സെന്റർ വേണം വെക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് 1/2 ഇഞ്ചാണ് നമ്മൾ സീം അലവൻസിന് വിട്ടിരിക്കുന്നത്. ആ 1/2 ഇഞ്ച് സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യാം. ഇനി നല്ല രീതിയിൽ ഒന്ന് അയൺ ചെയ്തെടുക്കുക. അപ്പൊ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഷോൾ കോളർ എങ്ങനെയാ ചെയ്യാന്നുള്ളത്, ആ ഫ്രണ്ടിലുള്ള പ്ലീറ്റ്സ് എങ്ങനെയാണ് ചെയ്യാന്നുള്ളതും ആയിരുന്നു. അപ്പൊ അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് സ്ലീവ് ഒക്കെ ഇതിനകത്തേക്ക് ജോയിൻ ചെയ്യാം, ബാക്കി സൈഡൊക്കെ അളവ് പ്രകാരം സ്റ്റിച്ച് ചെയ്യാം.
അതൊക്കെ നിങ്ങൾ ചെയ്തെടുക്കുക. ഇനി അറിയില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ വീഡിയോസ് ചാനലിൽ ഉണ്ടാവും കേട്ടോ. കോളറിന് ഒരുപാട് ലെങ്ത് ഉണ്ടെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ 4 ഇഞ്ച് എടുത്തോടത്തിൽ നിങ്ങൾക്ക് 3.5 ഇഞ്ചോ അല്ലെങ്കിൽ 3 ഇഞ്ചോ ആക്കിയിട്ട് കുറച്ചെടുത്താൽ മതി. അത്രയേ ഉള്ളൂ. മെത്തേഡൊക്കെ സെയിം ആണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തായിട്ട് നോട്ടിഫിക്കേഷൻ ബെൽ ഉണ്ടാവും, അതും കൂടി ക്ലിക്ക് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ഓൾ.